എല്ലാ പ്രിയപ്പെട്ടവർക്കും എക്കാലയിൽ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നലെ ഞങ്ങൾ നളന്ദയിൽ നിന്ന് ഏകദേശം 85 കിലോമീറ്റർ സഞ്ചരിച്ച് ബുദ്ധഗയയിലെ ഈ ഹോട്ടലിൽ എത്തി. സുഖമായ ഉറക്കത്തിന് ശേഷം രാവിലെ തന്നെ യാത്രയ്ക്കായി ഞങ്ങൾ മുറിയിൽ നിന്നും ഇറങ്ങി ചെന്നത് വിശാലമായ റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ അറേഞ്ച്മെന്റ് കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ധാരാളം വിഭവങ്ങൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. കൂടുതലും നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളാണ്. സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളായ ഇഡലി, സാമ്പാർ, ചട്നി മുതലായവയും ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലുള്ള സ്വാദൊന്നും അവയ്ക്കില്ലായിരുന്നു. ഇന്നത്തെ വീഡിയോ വളരെ ഷോർട്ടാണ്, കാരണം പലയിടത്തും വീഡിയോ എടുക്കാൻ അനുവാദമില്ല. ഇന്ന് നമ്മൾ പോകുന്നത് ബീഹാറിലെ ഗയ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യകേന്ദ്രമാണ് ബോധ് ഗയ അഥവാ ബുദ്ധഗയ. ബോധ് ഗയയിൽ വെച്ചാണ് ഗൗതം ബുദ്ധൻ ബോധോദയം പ്രാപിച്ചത്. ഇന്ന് ഈ സ്ഥലത്ത് മഹാബോധി ക്ഷേത്ര സമുച്ചയം നിലകൊള്ളുന്നു. ഇവിടത്തെ വിഷ്ണുപതി ക്ഷേത്രവും പ്രസിദ്ധമാണ്. ബുദ്ധമതസ്ഥരുടെ 4 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബോധ് ഗയ. ലുംബിനി, സാരാനാഥ്, കുശിനഗരം എന്നിവയാണ് മറ്റ് 3 പ്രധാന പുണ്യകേന്ദ്രങ്ങൾ. 2002-ൽ ബോധ് ഗയയിലെ മഹാബോധി ക്ഷേത്രത്തിന് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ചു. ബിസി 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തി നിർമ്മിച്ച ആദ്യത്തെ ക്ഷേത്രമാണ് മഹാബോധി ക്ഷേത്ര സമുച്ചയം. ഇപ്പോഴത്തെ ക്ഷേത്രം 5 മുതൽ 6 വരെ നൂറ്റാണ്ടുകളിലേതാണ്. ഗുപ്ത കാലഘട്ടത്തിന്റെ അവസാനത്തിൽ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ആദ്യകാല ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നൂറ്റാണ്ടുകളായി ഇഷ്ടിക വാസ്തുവിദ്യയുടെ വികസനത്തിൽ ഇത് കാര്യമായ സ്വാധീനം ചെലുത്തിയതായി കണക്കാക്കപ്പെടുന്നു. ബോധ് ഗയയിലെ ഇപ്പോഴത്തെ മഹാബോധി ക്ഷേത്ര സമുച്ചയത്തിൽ 50 മീറ്റർ ഉയരമുള്ള മഹത്തായ ക്ഷേത്രം, വജ്രാസനം, വിശുദ്ധ ബോധി വൃക്ഷം, ബുദ്ധന്റെ പ്രബുദ്ധതയുടെ മറ്റ് 6 പുണ്യസ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നിരവധി പുരാതന വോട്ടീവ് സ്തൂപങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 7ാമത്തെ പുണ്യസ്ഥലമായ താമരക്കുളം ചുറ്റുമതിലിനു പുറത്ത് തെക്ക് സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രപ്രദേശവും താമരക്കുളം രണ്ടും ചുറ്റുപാടും 2-3 തലങ്ങളിൽ വൃത്താകൃതിയിലുള്ള വഴികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മധ്യ പുറം വൃത്താകൃതിയിലുള്ള അതിരുകളാൽ നന്നായി പരിപാലിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ സമുച്ചയത്തിന്റെ വിസ്തീർണം ചുറ്റുമുള്ള ഭൂമിയുടെ നിരപ്പിൽ നിന്ന് 5 മീറ്റർ താഴെയാണ്. ബോധ് ഗയയിലുള്ള ബുദ്ധ തീർത്ഥാടന വിനോദസഞ്ചാര മേഖലയിലെ പ്രശസ്തമായ ഒന്നാണ് ഗ്രേറ്റ് ബുദ്ധ പ്രതിമ. 61 അടി ഉയരമുള്ള ഈ പ്രതിമ തുറന്ന സ്ഥലത്ത് ഒരു താമരയിൽ ധ്യാനമുദ്രയിൽ ഇരിക്കുന്ന ബുദ്ധനെ പ്രതിനിധീകരിക്കുന്നു. നിർമ്മാണത്തിന്റെ ആകെ ഉയരം 80 അടിയാണ്. അതിൽ ബുദ്ധൻ 64 അടിയാണ്. ബുദ്ധൻ ഇരിക്കുന്ന താമര 5 അടിയും താഴത്തെ പീഠം 10 അടിയുമാണ്. നിർമ്മാണത്തിന്റെ പരമാവധി വീതി ഏകദേശം 60 അടിയാണ്. ഗണപതി സ്ഥപതി ആണ് പ്രതിമ രൂപകൽപ്പന ചെയ്ത് 12,000 കൽപ്പണിക്കാരുടെ അധ്വാനം ഉപയോഗിച്ച് പൂർത്തിയാക്കാൻ 7 വർഷമെടുത്തു. ഇഷ്ടികയും ചുവന്ന ഗ്രാനൈറ്റ് ബ്ലോക്കുകളും ചേർന്നതാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ടെമ്പിൾ സ്ട്രീറ്റിന്റെ അറ്റത്തുള്ള ഒരു പൂന്തോട്ടത്തിലാണ് ഗ്രേറ്റ് ബുദ്ധ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബോധ് ഗയയിലെ ഏറ്റവും ശാന്തവും മനോഹരവുമായ രൂപകൽപ്പനയുള്ള ബുദ്ധക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇൻഡോസൻ നിപ്പോൺ ജാപ്പനീസ് ക്ഷേത്രം. 1972-ൽ ജപ്പാനിൽ നിന്നുള്ള ഇൻഡോസൻ നിപ്പോൺ ബുദ്ധമത സമൂഹം നിർമ്മിച്ച ഈ ക്ഷേത്രം ജാപ്പനീസ് സംസ്കാരത്തിന്റെയും ഭക്തിയുടെയും ലാളിത്യത്തിന്റെയും സത്തയെ പ്രതിഫലിപ്പിക്കുന്നു. ഭഗവാൻ ബുദ്ധന്റെ പഠിപ്പിക്കലുകളാൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെട്ട 2 രാജ്യങ്ങളായ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ശക്തമായ ആത്മീയ ബന്ധത്തിന്റെ പ്രതീകമായി ഇത് നിലകൊള്ളുന്നു. പരമ്പരാഗത ജാപ്പനീസ് തടി വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണമാണ് ക്ഷേത്രത്തിന്റെ ഘടന.
പ്രധാന ഹാളിൽ ഒരു ഗംഭീര ബുദ്ധ പ്രതിമയുണ്ട്. അത് ശാന്തതയും ആത്മീയ ഊർജ്ജവും പ്രസരിപ്പിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഓരോ കോണിലും സമാധാനം പ്രസരിപ്പിക്കുന്നു. ഇത് ധ്യാനത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. മഹാബോധി ക്ഷേത്രം, വലിയ ബുദ്ധപ്രതിമ, തായ് മൊണാസ്ട്രി തുടങ്ങിയ മറ്റ് പ്രധാന ആകർഷണങ്ങൾക്ക് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോസൻ നിപ്പോൺ ജാപ്പനീസ് ക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനം ബോധ് ഗയയുടെ ആത്മീയ പരിക്രമണം പൂർത്തിയാക്കുന്നു. ജാപ്പനീസ് ശൈലിയിലുള്ള പെയിന്റിങ്ങുകളും ഭഗവാൻ ബുദ്ധന്റെ ജീവിതത്തിലെ വിവിധ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന സൂക്ഷ്മമായ കൊത്തുപണികളും കൊണ്ട് ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നു. ബോധ് ഗയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ബുദ്ധമത വിഹാരവും ക്ഷേത്രവുമാണ് റോയൽ ഭൂട്ടാൻ മൊണാസ്ട്രി. ഗൗതമ ബുദ്ധന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കളിമൺ കൊത്തുപണികളുടെ രൂപത്തിൽ ഈ മൊണാസ്ട്രിയിൽ കാണാം. ഇത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ബുദ്ധമത അനുയായികളെ ആകർഷിക്കുന്നു. ഭൂട്ടാൻ രാജാവാണ് ഈ മൊണാസ്ട്രി ഭഗവാൻ ബുദ്ധന് ആദരാഞ്ജലിയായി നിർമ്മിച്ചത്. മനോഹരമായ വാസ്തുവിദ്യ, ശാന്തത, ഉള്ളിലെ 7 അടി ഉയരമുള്ള ബുദ്ധപ്രതിമ എന്നിവയാൽ ഈ മൊണാസ്ട്രി തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇന്ന് രാത്രിയിൽ ബുദ്ധഗയയിലെ ഈ ഹോട്ടലിലാണ് താമസം. രാവിലെ തന്നെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം ഛത്തീസ്ഗഡിലെ റായ്പൂരാണ്. ഏതാണ്ട് 700 കിലോമീറ്റർ സഞ്ചരിക്കണം. നമുക്ക് ജാർഖണ്ഡ് സംസ്ഥാന കടന്നുവേണം ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ റായ്പൂർ എത്താൻ. അത്രയും ദൂരം കവർ ചെയ്യാൻ ഏകദേശം 15 മണിക്കൂർ എടുക്കും. ഇപ്പോൾ നമ്മൾ ജാർഖണ്ഡ് സംസ്ഥാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള സൈൻ ബോർഡ് ആണ് ഈ കാണുന്നത്. ജാർഖണ്ഡിൽ നിന്നും ഛത്തീസ്ഗഡിലേക്ക് പോകുമ്പോൾ ഭൂപ്രകൃതി സമതലങ്ങളിൽ നിന്ന് കൂടുതൽ ഉയരം കൂടിയ കുന്നിൻ പ്രദേശങ്ങളിലേക്ക് മാറുന്നു. അതിൽ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉൾപ്പെടുന്നു. ഇതൊരു ഘാട്ട് റോഡാണ്. ജാർഖണ്ഡിൽ പറയത്തക്ക കാഴ്ചകൾ ഒന്നും തന്നെ ഇല്ല. കർഷകർ വിളകൾ കൃഷി ചെയ്യുന്നതും വിളവെടുക്കുന്നതും കാളകളെ ഉപയോഗിച്ച് വയലുകൾ ഉഴുതുമറിക്കുന്നതും കാണാം. സാരി ധരിച്ച പ്രാദേശിക സ്ത്രീകൾ റോഡുകളിലൂടെ നടക്കുന്നതും വെള്ളം ചുമക്കുന്നതും മിക്കയിടത്തും കാണാം. വൈക്കോൽ അല്ലെങ്കിൽ പച്ചക്കറികൾ പോലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്ന കാളവണ്ടികളും ട്രാക്ടറുകളും. ഇത് ഗ്രാമങ്ങളിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്.
റോഡുകൾ വിജനമാണ്. വാഹനങ്ങൾ അപൂർവമാണ്. മനുഷ്യരെ കാണാൻ പോലും ഇല്ല. ജാർഖണ്ഡ് കഴിഞ്ഞ് ഛത്തീസ്ഗഡിലേക്ക് പ്രവേശിക്കുകയാണ്. പോകുന്ന വഴിയിൽ അധികവും വനങ്ങളാണ്. ഭക്ഷണം വിഭവങ്ങൾ വാങ്ങാൻ പെട്ടെന്ന് നിർത്താൻ റോഡരികിലെ ചായക്കടകളും ധാബകളും. അങ്ങനെയുള്ള ഒരു ധാബയിൽ നിന്നാണ് ഇന്ന് ഞങ്ങളുടെ ഡിന്നർ. അതുകൊണ്ട് ഏതാണ്ട് പകുതി ദൂരം ആയ ജാർഖണ്ഡിലെ അംബികാപൂർ എന്ന സ്ഥലത്ത് ഇന്ന് യാത്ര അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ ഹോട്ടലിലാണ് ഇന്ന് ഞങ്ങൾ രാത്രി ചെലവഴിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തുടർന്നും പുതിയ വീഡിയോകൾക്കായി കാത്തിരിക്കുക.